എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന 2026 ജൂൺ 10 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് കുറച്ച് നിയമനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിൽ ആദ്യത്തേത് 2026 ലോക ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനായ ഇന്ത്യക്കാരൻ ആരാണ്? അപ്പൊ എന്താ പറഞ്ഞേ, 2026 ലോക ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനായ ഇന്ത്യക്കാരൻ ആരാണ്? അത് നീലകാന്ത മിശ്ര. ആരാണ്? നീലകാന്ത മിശ്രയാണ്. കൃത്യമായിട്ടൊന്ന് പഠിച്ചേക്കുക. കാരണം മേ ബി നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ. നിലവിലെ ലോക ബാങ്ക് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ വംശജനാണ് അല്ലെ, അജയ് ബാങ്കയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ ഈ പേര് തമ്മിൽ ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വന്നേക്കാം. പരീക്ഷകളല്ലേ, ചിലപ്പോൾ ടെൻഷൻ അടിച്ച് കൺഫ്യൂഷൻ വന്നേക്കാം. സോ ലോക ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത് അജയ് ബാങ്കയാണ്. ദെൻ 2026 ലോക ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനായ ഇന്ത്യക്കാരൻ നീലകാന്ത മിശ്രയാണ്. സോ അതൊന്ന് കൃത്യമായിട്ട് പഠിച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള നിയമനം എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട നിയമനം, അതായത് നമ്മുടെ IAS തലത്തിലൊക്കെ കാര്യമായ അടിച്ചുപണികൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണമെന്ന് പറയുന്നില്ല. കാരണം ഒരുപാട് ഡയറക്ടർമാര്, അതുപോലെ തന്നെ സെക്രട്ടറിമാര്, അങ്ങനെ ഒരു വലിയ അടിച്ചുപണി തന്നെ നടന്നിട്ടുണ്ട്. പക്ഷേ എല്ലാം നമ്മൾ പഠിക്കണ്ട. പക്ഷേ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളൊന്ന് നോക്കി വെച്ചേ മതിയാവൂ. സോ അത്തരത്തിലൊരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? അപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന്റെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? മുൻപ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആരാണ്? ദിവ്യ എസ് അയ്യർ ആണ് അല്ലെ. അപ്പൊ മുൻപ് ഈ പറയുന്ന ദിവ്യ എസ് അയ്യർ ആയിരുന്നു വിഴിഞ്ഞം പോർട്ടിന്റെ മാനേജിംഗ് ഡയറക്ടർ, അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഒക്കെ ഈ പറയുന്ന ദിവ്യ എസ് അയ്യർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ്? ആ സ്ഥാനത്ത് ദിവ്യ എസ് അയ്യർ മാറിയിരിക്കുകയാണ്. സോ പുതിയ ഒരാള് വിഴിഞ്ഞം പോർട്ടിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കുന്നു. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെറോമിക് ജോർജ് ആണ് കേട്ടോ. ജെറോമിക് ജോർജ് ആണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ. അപ്പൊ കൃത്യമായിട്ട് ഒരു പേര് ഓർത്ത് വയ്ക്കുക. കാരണം ഈ പറയുന്ന വിഴിഞ്ഞം ഒരുപാട് പരീക്ഷകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു നിയമനം പറഞ്ഞത്. അപ്പൊ കൃത്യമായിട്ട് പഠിക്കാം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഇപ്പോൾ നമ്മുടെ നിലവിലെ സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ട് അവർ കൊണ്ടുവന്ന ഒരു കാര്യമാണ്. അതായത് സഹകരണ സംഘങ്ങളിൽ നിന്നും വായ്പയെടുത്ത് തിരിച്ചടവ് മുടങ്ങിയവർക്ക് ഒറ്റത്തവണയായിട്ട് തിരിച്ചടയ്ക്കാൻ സഹായിക്കുന്നതിനായി 2026 ആരംഭിച്ച സംസ്ഥാന പദ്ധതി. ഇപ്പോൾ സഹകരണ സംഘങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, വായ്പ എടുത്തിട്ട് തിരിച്ചടവ് മുടങ്ങിയിരിക്കുന്ന ആൾക്കാർ, കാരണം കുറെ വർഷങ്ങളുടെ തിരിച്ചടവ് മുടങ്ങിയത് കാരണം ഒരുപാട് പലിശയും മറ്റുമൊക്കെ ആയി കാണും. സോ അങ്ങനെ അവർക്ക് ഒറ്റത്തവണ തീർപ്പാക്കാനായിട്ട്, അതായത് പലിശ കുറച്ച് ഒറ്റത്തവണ തീർപ്പാക്കാനായിട്ട് സഹായിക്കുന്ന തരത്തിൽ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ പേരെന്ന് പറയുന്നത് ആശ്വാസ് 2026. അപ്പോ എന്താണ്? ആശ്വാസ് 2026 എന്നാണ് ഈ ഒരു പദ്ധതിയുടെ പേരെന്ന് പറയുന്നത്. ദെൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നത്. ഇനി അത് മാത്രമല്ല, ഇതെന്ന് പറയുന്നത് 2026 ജൂൺ 1 മുതൽ ആഗസ്റ്റ് 31 വരെയാണ് ഇതിന്റെ ഒരു കാലയളവ് എന്ന് പറയുന്നത്. സോ അതുകൂടെ ഓർക്കുക. പക്ഷേ നമുക്കിവിടെ ആവശ്യമുള്ള മറ്റൊരു കാര്യമുണ്ട്. കാരണം സഹകരണ വകുപ്പ് നമ്മളൊരു കാര്യം പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിലവിലെ കേരള സഹകരണ വകുപ്പ് മന്ത്രി ആരാണ്? എം ലിജു അല്ലെ. നമ്മൾ പഠിച്ചതാണല്ലേ, എം ലിജു ആണ്. ദെൻ സഹകരണ വകുപ്പ് മാത്രമാണോ? അല്ല, എക്സൈസ് വകുപ്പും കൈകാര്യം ചെയ്യുന്നത് ലിജു ആണല്ലേ. അപ്പോ അതും കൂടി കൃത്യമായിട്ട് പഠിക്കുക. അപ്പോ എം ലിജു ആണ് സഹകരണ വകുപ്പ് മന്ത്രി. അതേപോലെ തന്നെ എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആര് തന്നെയാണ്? ലിജു തന്നെയാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ഇനത്തെ നമ്മൾ പഠിക്കുന്നതാണ്. അതായത് കേരള കാർഷിക സർവകലാശാല അടുത്തിടെ വികസിപ്പിച്ചെടുത്ത പുതിയ പച്ചമുളക് ഇനം ഏതാണ്? അപ്പോൾ ഒരു മുളകിനത്തെ പറ്റി, കാരണം നിങ്ങൾ പരീക്ഷകളിൽ കണ്ടു കാണും, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇനത്തിന്റെ പേര് തന്നിട്ട് ഇത് എന്തിനമാണ്, ഇങ്ങനൊരു ചോദ്യം നമ്മൾ പല പരീക്ഷകളിൽ കണ്ടതാണ്. സോ അത്തരത്തിൽ അടുത്തിടെ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ പച്ചമുളക് ഇനം, അതിന്റെ പേരെന്ന് പറയുന്നത് KAU തേജസ്വിനി. അപ്പൊ എന്താണ്? KAU തേജസ്വിനി എന്നാണ്. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. KAU എന്ന് പറയുമ്പോൾ കേരള കാർഷിക സർവകലാശാലയാണ്, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ആണ്. അപ്പൊ അവർ വികസിപ്പിച്ചെടുത്ത എന്താണ്? മുളകിനമാണ്, പച്ചമുളകിനമാണ്. എന്തെന്ന് പറയുന്നത്? തേജസ്വിനി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്ന് കൃത്യമായിട്ട് പഠിക്കുക. മേ ബി പരീക്ഷയ്ക്ക് കാണുകയാണ്, തേജസ്വിനി എന്തിന്റെ ഇനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിന്റെ ഇനമാണ്? പച്ചമുളകിനമാണ്. അപ്പോൾ നമ്മുടെ ഇനി വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ LP-UP അസിസ്റ്റന്റ്. അപ്പോൾ നിങ്ങൾ പല ആൾക്കാരും ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും നോട്ടിഫിക്കേഷൻ വരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട, അതിന് മുന്നേ തന്നെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക. അപ്പോൾ നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ ഈസി ആക്കാനായിട്ട് ടാലന്റ് ഒരു LP-UP അസിസ്റ്റന്റ് റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. ഒറ്റ ഓഡിയോ ആണ്. മുൻവർഷ ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ USCRT ഫാക്ടറുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റാങ്ക് ഫെയിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകൾ, ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.channelkala.com ഇവിടെയൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പർച്ചേസ് ചെയ്യുക, പഠിക്കുക, എത്രയും പെട്ടെന്ന്
റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിച്ചേരുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മുടെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് 2024 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ടാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ പത്രങ്ങളിൽ വന്ന വാർത്തകളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി എഴുതാത്ത ചില പത്രങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കത് വ്യക്തമാക്കി മനസ്സിലാക്കി പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആ ഒരു റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ 2024 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ജനന നിരക്ക് എത്രയാണ്? ജനന നിരക്ക് എന്ന് പറയുമ്പോൾ ബർത്ത് റേറ്റ് ആണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കാരണം പത്രങ്ങളിലൊക്കെ തന്നെ കൊടുത്തിരിക്കുന്നത് ഫെർട്ടിലിറ്റി റേറ്റിനെയാണ് അവർ പത്രങ്ങളിൽ ചില പത്രങ്ങളിലൊക്കെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. സോ അത് നമ്മൾ നോക്കണ്ട. നമ്മൾ ഈ റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ എന്താണ് ജനന നിരക്ക് അഥവാ ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് 18.3 ആണെന്നുള്ള കാര്യം പഠിക്കുക കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് 18.3 ആണ്. ദെൻ ഇനി ഇന്ത്യയുടെ ഫെർട്ടിലിറ്റി റേറ്റ് അഥവാ പ്രത്യുൽപാദന നിരക്ക് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1.9 ആണ് കേട്ടോ. 1.9 ആണ് ഇന്ത്യയുടെ പ്രത്യുൽപാദന നിരക്ക് അഥവാ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. രണ്ടും രണ്ടാണ്. ഇനി ഈ പറയുന്ന ജനന നിരക്കിൽ ഒന്നാമതുള്ളതും ഫെർട്ടിലിറ്റി റേറ്റിൽ ഒന്നാമതുള്ളതും ആര് തന്നെയാണ്? ബീഹാർ തന്നെയാണ്. ദെൻ ജനന നിരക്കിൽ ഏറ്റവും പിന്നിലുള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ്. അപ്പോൾ ഈ പിന്നിലെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ വലിയ സംസ്ഥാനങ്ങളുടെ ഇടയിലാണ് കേട്ടോ. വലിയ സംസ്ഥാനങ്ങൾക്കിടയിൽ ഏറ്റവും പിന്നിലുള്ളത് കേരളമാണ്. കാരണം നമ്മുടെ കേന്ദ്രത്തിന്റെ പല സർവേകൾ അല്ലെങ്കിൽ പല റിപ്പോർട്ടുകളും വരുമ്പോൾ അവിടെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങൾ, ചെറിയ സംസ്ഥാനങ്ങൾ, ഇങ്ങനെ 2 കാറ്റഗറൈസേഷൻ വരും. സോ അത്തരത്തിൽ വലിയ സംസ്ഥാനങ്ങളുടെ മുന്നിലുള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഹാറും ഏറ്റവും പിന്നിലുള്ളത് കേരളമാണ്. ഇനി ഫെർട്ടിലിറ്റി റേറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ബീഹാറാണ്. ദെൻ എന്താണ് ഏറ്റവും കുറഞ്ഞ ഫെർട്ടിലിറ്റി റേറ്റുള്ള എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹിയിലാണ്. ഇനി ഒരു കാര്യം കൂടി നമുക്ക് നോക്കണം, മരണനിരക്കാണ്. മരണനിരക്ക് ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഛത്തീസ്ഗഡിലാണ് കേട്ടോ. ഛത്തീസ്ഗഡിലാണ് മരണനിരക്ക് ഏറ്റവും കൂടുതലുള്ളതെന്നുള്ള കാര്യം പഠിക്കുക. ദെൻ അതേപോലെ തന്നെ മരണനിരക്ക് ഏറ്റവും കുറവ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹിയിലാണ്. ദെൻ ഇവിടെ നമുക്ക് ഈ ഒരു റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് ഒരു റാങ്ക് മേക്കിംഗ് പോയിന്റ് ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? അപ്പൊ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ് കേട്ടോ. അപ്പൊ ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. സോ നിങ്ങൾ ആ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക. സോ നമ്മുടെ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. 2024 പുറത്തുവിട്ട എന്ത് റിപ്പോർട്ട്? സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് 2024 ഡേറ്റയാണ്. സോ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയിൽ ആദ്യമായിട്ട് മണ്ണിൽ പൂർണ്ണമായും ദ്രവിച്ചു ചേരുന്ന പാക്കറ്റുകളിൽ പാൽ വിപണിയിൽ ഇറക്കുന്ന സ്ഥാപനം ഏതാണ്? നമുക്കറിയാം പാൽ പാക്കറ്റിനെ പറ്റി പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പ്ലാസ്റ്റിക് ആണ്, നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ നമുക്ക് വലിച്ചെറിയുക അല്ലാതെ വേറെ നിവർത്തിയൊന്നുമില്ലല്ലോ. മിക്ക ആൾക്കാരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു സ്ഥാപനം ഈ പറയുന്ന മണ്ണിൽ ദ്രവിച്ച് ചേരുന്ന തരത്തിലുള്ള പാക്കറ്റ് പുറത്തിറക്കിയിരിക്കുകയാണ്. അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദർ ഡയറി. ആരാണ്? മദർ ഡയറി ആണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് മണ്ണിൽ പൂർണ്ണമായും ദ്രവിച്ചു ചേരുന്ന പാക്കറ്റുകളിൽ പാൽ വിപണിയിൽ ഇറക്കുന്ന സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മദർ ഡയറി ആണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഒരു ഭൂകമ്പവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. നിങ്ങളൊക്കെ വാർത്തകളിൽ കണ്ട കാര്യം തന്നെയാണ്. അതായത് ഏകദേശം 30-ലേറെ ആൾക്കാർ മരിക്കുകയും 200-ലേറെ ആൾക്കാർക്കൊക്കെ പരിക്ക് സംഭവിക്കുകയും ചെയ്തൊരു ഭൂകമ്പം. അപ്പോൾ 2026 ജൂണിൽ റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത് ഏത് രാജ്യത്താണ്? അപ്പോൾ 2026 ജൂൺ മാസത്തിൽ റിക്ടർ സ്കെയിലിൽ എത്രയാണ്? 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായ രാജ്യം ഏതാണ്? ഫിലിപ്പൈൻസ് ആണ്. ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി ഇതിന്റെ ഒരു ബാക്കിയായിട്ട് ഇപ്പോൾ ഇന്ത്യ ചിലപ്പോൾ ചില രക്ഷാപ്രവർത്തനം അവിടെ കണ്ടക്ട് ചെയ്യും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അത് ചർച്ച ചെയ്യും. കാരണം ഇത്തരത്തിൽ ഓരോ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്, യുദ്ധങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യ അവിടെ ഓരോ രക്ഷാദൗത്യങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് ഉദാഹരണങ്ങളും ഉണ്ട് അല്ലെ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ എന്തെങ്കിലും ഒരു രക്ഷാദൗത്യം ഇന്ത്യ നടത്തുകയാണെങ്കിൽ നമ്മളത് ചർച്ച ചെയ്യും കേട്ടോ. ഇപ്പോൾ ഇത്രയും ഓർത്ത് വെച്ചേക്കുക. 2026 ജൂണിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത് ഫിലിപ്പൈൻസിലാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട അനൗൺസ്മെന്റ് വളരെ അഭിമാനപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. അതായത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ടാലന്റ് ഉദ്യോഗാർത്ഥികൾക്കൊപ്പം ഉണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ട മത്സര പരീക്ഷയ്ക്ക് ആവശ്യമായ ഗൈഡുകളും മറ്റും ഒക്കെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് പുറത്തിറക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് അവതരിപ്പിക്കുകയാണ്, ടാലന്റ് സ്റ്റഡി മേറ്റ്. അപ്പോൾ ഈ ഒരു പുസ്തകത്തിലൂടെ നിങ്ങൾക്ക്, അതായത് പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്ക് അവരുടെ പാഠപുസ്തകങ്ങൾ കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാനും അതിലെ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി ഈസി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാനും ഒക്കെ അവർക്ക് സഹായിക്കും. ഓരോ സബ്ജക്ട് വൈസ് ആയിട്ടാണ് ഞങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പർ ഉണ്ടാവും, അതുവഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് 2026 പ്രവർത്തനരഹിതമായതായിട്ട് നാസ പ്രഖ്യാപിച്ച ചൊവ്വ ദൗത്യം.
അപ്പോൾ നാസയുടെ ഒരു ചൊവ്വാ ദൗത്യം റീസെന്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, അത് തകരാറിലായതായിട്ട് അവർ തന്നെ കൺഫേം ചെയ്യുകയാണ്. അപ്പോൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാവൻ, ദൗത്യത്തിന്റെ പേര് ഇതാണ്, മാവൻ. ഇനി അതിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് മാർസ് അറ്റ്മോസ്ഫിയർ ആൻഡ് വോളറ്റൈൽ എവല്യൂഷൻ. അപ്പോൾ എന്താണ് മാർസ് അറ്റ്മോസ്ഫിയർ ആൻഡ് വോളറ്റൈൽ എവല്യൂഷൻ എന്നുള്ളതാണ് എന്തിന്റെ, മാവന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. മാമനല്ല, മാവൻ കേട്ടോ, മാവൻ. അപ്പോൾ 2026 എന്ത് ചെയ്തിരിക്കുന്നു, ഈ മാവൻ പ്രവർത്തന രഹിതമായതായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, നാസ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ വേറൊന്നുമില്ലടാ, ഈ മാവൻ എന്ന് പറയുന്ന ഒരു ചൊവ്വാ ദൗത്യമാണ്. നിങ്ങൾ അത്രയൊന്ന് മനസ്സിലാക്കിയാൽ മതിയോ, അതിനു വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഇനി വീണ്ടും ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞു വെക്കാൻ പോകുന്നത്. അതായത് അമേരിക്കയിലെ സ്മിത്സോണിയൻ നാഷണൽ എയർ ആൻഡ് സ്പേസ് മ്യൂസിയത്തിൽ ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യവുമായിട്ട് ബന്ധപ്പെട്ട നന്ദിനി ഹരിനാഥിന്റെ സാരി പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ഈ ഒരു കാര്യത്തിന് എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും അഭിമാനകരമായ ഒരു ദൗത്യമായിരുന്നു മംഗൾയാൻ എന്ന് പറയുന്നത്. ദെൻ നമുക്കറിയാലോ ചൊവ്വാ ദൗത്യമാണ്. സോ അതിന്റെ ബേസ് ചെയ്ത് സിനിമയും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മിഷൻ സക്സസ് ആവുന്ന സമയത്ത് ഈ പറയുന്ന ഈ അമേരിക്കയിലുള്ള സ്മിത്സോണിയൻ നാഷണൽ എയർ ആൻഡ് സ്പേസ് മ്യൂസിയം എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ സ്പേസ് മിഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ചൊവ്വാ ദൗത്യം വളരെ സക്സസ് ആവുകയും ഇന്ത്യക്കാരെ സെലിബ്രേറ്റ് ചെയ്യുന്നതും കണ്ടു. സോ അത്തരത്തിൽ അവിടെ നിന്ന് ഈ പറയുന്ന നന്ദിനി ഹരിനാഥിനെ ഒന്ന് കോൺടാക്ട് ചെയ്തു. കാരണം മംഗൾയാൻ മിഷനിലെ വളരെ നിർണായകമായ റോൾ വഹിച്ചൊരു വ്യക്തിയാണ് ഈ പറയുന്ന നന്ദിനി ഹരിനാഥ് എന്ന് പറയുന്നത്. സോ അവരെ കോൺടാക്ട് ചെയ്യും. അത്തരത്തിൽ കോൺടാക്ട് ചെയ്തതിനു ശേഷം അവരോട് ഇതിന്റെ ഒരു മെമ്മറി ആയിട്ട് എന്തെങ്കിലും ഈ ഒരു മ്യൂസിയത്തിലേക്ക് തരണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അത്തരത്തിൽ അന്ന് ആ ഒരു മിഷന്റെ ഭാഗമായിരുന്ന സമയത്ത് ഇവർ ധരിച്ചിരുന്ന ആ ഒരു സാരി എന്ത് ചെയ്യുന്നു, നന്ദിനി ഹരിനാഥ് ഈ ഒരു മ്യൂസിയത്തിന് കൈമാറുകയാണ്. സോ ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ മിഷനെ ബേസ് ചെയ്തിട്ട് ഒരു സംഭവം, ഒരു വസ്തു എന്ത് ചെയ്യുന്നത് ഈ ഒരു മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്നത്. സോ അതും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് കൃത്യമായിട്ട് ഓർക്കുക. പത്രത്തിൽ കണ്ടപ്പോൾ വളരെ രസകരമായിട്ട് തോന്നിയത് കൊണ്ട് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. ഇനി അടുത്തത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു സംഭവം തന്നെയാണ്. അതായത് S-400 അല്ലെ, S-400 എല്ലാവർക്കും അറിയാലോ. ഈ ഒരു പേരിലായിരിക്കില്ല, സുദർശൻ ചക്ര എന്ന പേരിലായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ ഒരു പ്രതിരോധ സംവിധാനമാണ് S-400 അഥവാ സുദർശൻ ചക്ര എന്ന് പറയുന്നത്. അപ്പോൾ റഷ്യൻ നിർമ്മിതമായിട്ടുള്ള S-400 ട്രയംഫ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ 4ാമത്തെ സ്ക്വാഡ്രൺ ഇന്ത്യയിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ 4ാമത്തെ സ്ക്വാഡ്രൺ എന്ത് ചെയ്തിരിക്കുന്നു, ഇന്ത്യക്ക് കൈമാറുകയാണ്. ടോട്ടൽ 5 എണ്ണത്തിന്റെ കരാറിലാണ് ഇന്ത്യയും റഷ്യയും ഒപ്പുവെച്ചത്. അതിൽ 4ാമത്തേത് ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നു. ഞാനിത് പറഞ്ഞതിന്റെ ഒരു പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓപ്പറേഷൻ സിന്ദൂറിൽ പാക് മിസൈലുകളെയും പാക് പ്രതിരോധ സംവിധാനങ്ങളെയും ഒക്കെ എന്താണ്, അത് ഇന്ത്യക്ക് നേരെ വന്ന പാക് മിസൈലുകളെയും വിമാനങ്ങളെയും ഒക്കെ തുരത്താനായിട്ട് ഇന്ത്യയെ സഹായിച്ചത് ഈ പറയുന്ന S-400 ആണ്, അഥവാ എന്താണ് സുദർശൻ ചക്രയാണ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയേക്കുക. കാരണം പിന്നും പല പരീക്ഷകളിൽ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നിങ്ങളെ ഞാൻ അറിവിടത്തിന്റെ പ്രാക്ടീസ് ബുക്ക് പരിചയപ്പെടുത്തുകയാണ്. പരിചയപ്പെടുത്തലല്ല, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. കാരണം എല്ലാ ദിവസവും നമ്മൾക്കിത് പരിചിതമാണ്, അറിവിടം എന്ന് പറയുന്നത് നമുക്ക് പരിചിതമാണ്. സോ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾക്ക് SCRT ഈസി ആയിട്ട് മനസ്സിലാകണമെങ്കിൽ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു സൊല്യൂഷൻ വേറെ ഇല്ല. സോ ഇതിലാകെ 4300-ലധികം ചോദ്യങ്ങളുണ്ട്. അതിൽ തന്നെ 2300-ലധികം സോഷ്യൽ സയൻസ് ചോദ്യങ്ങൾ, 1800-ലധികം സയൻസിന്റെ ക്വസ്റ്റ്യൻസ്. ദെൻ അതിന് പുറമെ തന്നെ റീസെന്റ് ആയിട്ട് PSCയിൽ ചോദിച്ച SCRT ബേസ് ചെയ്തുള്ള PQ കൂടി ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അത്തരത്തിൽ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് തന്നെയാണ് ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. സോ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകൾ, ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talentgala.com ഇവയിലൊക്കെ തന്നെ ഈ പുസ്തകം ലഭ്യമാണ്. അപ്പോൾ പർച്ചേസ് ചെയ്യുക, പഠിക്കുക. ഇനി നമുക്ക് ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. ആദ്യം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട 2 നിയമനങ്ങളായിരുന്നു. അതിലാദ്യത്തെ എന്തായിരുന്നു, 2026 ലോക ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനായ ഇന്ത്യക്കാരനെ നമ്മൾ പരിചയപ്പെട്ടു അല്ലെ. ആരാണ് അത്? നീലകാന്ത മിശ്രയാണ്. ദെൻ അതിനുശേഷം വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ പറഞ്ഞു. എന്താ പറഞ്ഞേ, വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ആരാണെന്ന് പറഞ്ഞു, ജെറോമിക് ജോർജ് ആണ്. അപ്പൊ ഇനി നിങ്ങൾ എന്തെന്ന് പഠിക്കരുത്, ദിവ്യ എസ് അയ്യർ എന്ന് പഠിക്കരുത്. കാര്യം ദിവ്യ എസ് അയ്യർ എന്ത് ചെയ്തിരിക്കുന്നു, ആ സ്ഥാനത്ത് നിന്ന് മാറിയിരിക്കുന്നു, ജെറോമിക് ജോർജ് വന്നിരിക്കുകയാണ്. ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞ എന്താ, ആശ്വാസ് 2026 എന്ന് പറയുന്ന ഒരു പദ്ധതി പറഞ്ഞു അല്ലെ. അതായത് സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പ എടുത്ത് തിരിച്ചടവ് മുടങ്ങിയവർക്ക് ഒറ്റത്തവണയായി തിരിച്ചടയ്ക്കാൻ സഹായിക്കുന്നതിനായി 2026 ആരംഭിച്ച സംസ്ഥാന പദ്ധതിയാണ് ആശ്വാസ് 2026. അതിനുശേഷം പറഞ്ഞത് എന്താണ്, KAU തേജസ്വിനി എന്ന് പറയുന്ന ഒരു പുതിയ ഇനത്തെ പറ്റി പറഞ്ഞു. എന്തിന്റെ ഇനമാണ്? പച്ചമുളക് ഇനമാണ്. അത് ഡെവലപ്പ് ചെയ്ത് വികസിപ്പിച്ചെടുത്ത ആരാണ്? കേരള കാർഷിക സർവകലാശാലയാണ്. അത് കൃത്യമായിട്ട് പഠിക്കുക. അതിനുശേഷം പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് നമ്മൾ ചർച്ച ചെയ്തു അല്ലെ. അതായത് 2024 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട്. അപ്പൊ അത് പ്രകാരം രാജ്യത്തെ ജനന നിരക്ക് 18.1 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ രാജ്യത്തെ എന്താണ് ഫെർട്ടിലിറ്റി റേറ്റ് അഥവാ പ്രത്യുൽപാദന നിരക്ക് എന്ന് പറയുന്നത് 1.9 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇന്ത്യയിൽ ജനന നിരക്ക് ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രത്യുൽപാദന നിരക്ക് കൂടിയത്, ഇതെല്ലാം ഇവിടെ തന്നെ ബീഹാർ തന്നെയാണ്. ജനന നിരക്ക് ഏറ്റവും കുറവ് നമ്മുടെ കേരളത്തിലാണ്. ഞാൻ പറഞ്ഞു വലിയ സംസ്ഥാനങ്ങളുടെ കാര്യത്തിലാണ്. ദെൻ പ്രത്യുൽപാദന നിരക്ക് ഏറ്റവും കുറവ് ഡൽഹിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അതേപോലെ തന്നെ ശിശുമരണ നിരക്കിൽ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ളത് നമ്മുടെ കേരളത്തിലാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചേക്കുക. then അതിനുശേഷം പറഞ്ഞത് ഇന്ത്യയിൽ ആദ്യമായിട്ട് മണ്ണിൽ പൂർണ്ണമായും ദ്രവിച്ചു ചേരുന്ന പാക്കറ്റുകളിൽ പാൽ വിപണിയിൽ ഇറക്കുന്ന സ്ഥാപനം എന്ന് പറയുന്നത് മദർ ഡയറി ആണ്. കൃത്യമായിട്ട് ഓർത്തേക്കുക. then അതിനുശേഷം പറഞ്ഞത് ഭൂകമ്പത്തെ പറ്റിയാണ്. ജസ്റ്റ് ഇത്രയും ഓർക്കുക. 2026 ജൂണില് ഫിലിപ്പൈൻസിലെ ഭൂകമ്പം ഉണ്ടായി. റിക്ടർ സ്കെയിൽ എത്രയാണ് രേഖപ്പെടുത്തിയേ? 7.8 തീവ്രത രേഖപ്പെടുത്തി. അതിനുശേഷം പറഞ്ഞത് മാവൻ എന്ന് പറയുന്ന ചൊവ്വാ ദൗത്യം അത് എന്ത് ചെയ്തിരിക്കുകയാണ്? പ്രവർത്തനരഹിതമായതായിട്ട് നാസ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ മാവൻ എന്ന് പറയുന്നത് ഒരു ചൊവ്വാ ദൗത്യമാണെന്ന് ഓർത്തേക്കുക. then അതിനുശേഷം നമ്മുടെ എന്താണ് ഇന്ത്യയുടെ നന്ദിനി ഹരിനാഥ് അഥവാ മംഗൾയാൻ മിഷന്റെ ഭാഗമായ നന്ദിനി ഹരിനാഥിന്റെ സാരി എന്ത് ചെയ്തിരിക്കുകയാണ്? അമേരിക്കയിലെ സ്മിത്ത് സോണിയൻ നാഷണൽ എയർ ആൻഡ് സ്പേസ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഒന്ന് പഠിക്കുക. അതിനുശേഷം നമ്മുടെ S-400 അതായത് ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ നിർണായകമായ പങ്ക് വഹിച്ച പ്രതിരോധ സംവിധാനമാണ് S-400. അത് എന്ത് ചെയ്തിരിക്കുകയാണ്? അതിന്റെ ഒരു സ്ക്വാഡ്രൺ കൂടി, അതായത് 4ാമത്തെ സ്ക്വാഡ്രൺ കൂടി എന്ത് ചെയ്തിരിക്കുന്നു? ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഒന്നും കൂടെ വരാനുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഒരുപാട് പേര് കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. ഇനി അതല്ല എങ്കിൽ 10th പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. കാര്യം ഈ 2 എക്സാമും ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് 2ന്റെ സിലബസ് ഒരേപോലെയാണ്. then 2027 ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പോവാണ്? LGS എക്സാം നടക്കാനും പോവുകയാണ്. സോ അതിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാവും. സോ ഈ എക്സാമിന്റെ ഒക്കെ സിലബസ് സെയിം ആണ്. സോ നമ്മൾ എപ്പോഴും ഒരു PSC പരീക്ഷയിൽ തയ്യാറെടുക്കുന്ന സമയത്ത് അതിന്റെ PQ പഠിച്ച് തന്നെ പോവുക. കാരണം പരീക്ഷകളിൽ 60%-ലേറെ ചോദ്യങ്ങളും PQ തന്നെയായിരിക്കും. സോ അത്തരത്തിൽ ഓരോ സെറ്റ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ സോൾവ് ചെയ്ത് അതിന്റെ എക്സ്പ്ലനേഷനും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ 30 സെറ്റ് ചോദ്യങ്ങളും അതിന്റെ എക്സ്പ്ലനേഷനുമായിട്ട് ടാലന്റ് LGS PQ ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talentkerala.com ഈ ബുക്ക് ലഭ്യമാണ്. അപ്പോൾ ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ പർച്ചേസ് ചെയ്ത് പഠനം ആരംഭിക്കുക. കാരണം ഈ പറയുന്ന കമ്പനി ബോർഡ് LGS ആയിക്കോട്ടെ അല്ലെങ്കിൽ LGS ആയിക്കോട്ടെ അത്യാവശ്യം വേക്കൻസികളൊക്കെ വരുന്ന ഒരു തസ്തികയാണ്. then അവിടെ ഒരു വലിയ രീതിയിലുള്ള കോമ്പറ്റീഷൻ ഒക്കെ കുറവായിരിക്കും. കാരണം ഈ ഡിഗ്രി ലെവൽ ആൾക്കാർക്ക് LGS എക്സാം എഴുതാൻ പറ്റില്ല, പക്ഷെ കമ്പനി ബോർഡ് LGS എഴുതാം. അപ്പോൾ ഡിഗ്രിക്കാരൊന്നും അധികം ഇല്ലാത്തത് കൊണ്ട് LGSനൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. പർച്ചേസ് ചെയ്യുക, പഠിക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം 2026 ജൂണിൽ സുപ്രീം കോടതി രജിസ്ട്രാർ ആയിട്ട് നിയമിതയായ മലയാളി ആരെന്നാണ്. അപ്പോൾ അപർണ അജിത്ത്, കാവേരി, ശാലീന VG നായർ, ആരതി S. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം ഷിഗല്ല ബാധിച്ച് ആദ്യ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയാണ്? മലപ്പുറത്താണോ, പാലക്കാടാണോ, കണ്ണൂരാണോ, കോഴിക്കോടാണോ? ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയ 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം ഇന്ത്യയുടെ 100ാമത്തെ റാംസർ സൈറ്റ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കേണ്ട കാര്യമാണ്. ഏതാണ്? ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതമാണ്. ഇത് കാര്യമായിട്ട് നോട്ട് ചെയ്യുക. കാരണം ഇനി വരുന്ന പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ചോദ്യം തന്നെയാണ്. ഇനി നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇന്ത്യയുടെ 100ാമത്തെ റാംസർ സൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റ് ഉള്ളത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. 2ാം സ്ഥാനത്ത് ഉത്തർപ്രദേശാണ്. ഓൾറെഡി നമ്മൾ പല ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തതാണ്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? മെച്ചപ്പെട്ട സഹകരണത്തിനും സാങ്കേതിക പങ്കിടലിനും വേണ്ടിയിട്ട് ഇന്ത്യയുമായി ചേർന്ന് ക്രിട്ടിക്കൽ മിനറൽസ് ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഒബ്സർവേറ്ററി ആരംഭിച്ച രാജ്യം ഏതാണ്? അപ്പോൾ അത് UK ആണ്. അപ്പോൾ ഇതുകൂടെ ഓർത്തേക്കുക. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക. നല്ലപോലെ വർക്ക് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2026 ജൂൺ 10ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.